Dear students, the next topic is scripting language. So, it's also a type of programming language. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ, അതായത് നമ്മുടെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇനി ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കേസിൽ പ്രോഗ്രാംസ് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാറാണ്, എക്സിക്യൂട്ട് ചെയ്യാറുള്ളത് പ്രോഗ്രാംസ്. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് it is mainly used to automatically perform the tasks of execution. പ്രോഗ്രാം എക്സിക്യൂഷൻ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇനി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മെയിൻലി യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റ് ഡിസൈൻസിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് പറയാനുള്ളത് PHP ആണ്. ഓക്കെ, ഫോർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പൈത്തൺ. എന്താ കാര്യം, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പൈത്തൺ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് ബെസ്റ്റ് സ്യൂട്ടഡ് എക്സാമ്പിൾ ഫോർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, this style of programming frequently uses a scripting language to interconnect off-the-shelf components that are themselves written in conventional language. The use of the word script in a computing used for the sequence of commands that were to be read from a file and follow in sequence. So ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമാൻഡ്സ് ഓൾറെഡി ഒരു ഫയൽ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ആ ഫയൽ റീഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന കമാൻഡ്സ് നമ്മൾ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് റീഡ് ചെയ്യുന്നു, അതിലൊരു സീക്വൻസ് ഫോളോ പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ അതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ the use of the word script in a computing used for the sequence of commands that have to read from the file and follow sequence. Okay, so മെയിൻലി ഇത്ര ഓർക്കുക, ഇറ്റ്സ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ വേണ്ടിയാണ്. വെബ്സൈറ്റ് ഡിസൈനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വഴി നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് പറയുന്ന പേരാണ് ഗ്ലൂ ആപ്ലിക്കേഷൻ, ആൻഡ് ദ ലാംഗ്വേജ് ഈസ് കോൾഡ് എസ് ഗ്ലൂ ലാംഗ്വേജ്. ഓക്കെ, ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന് നമുക്ക് പറയുന്നത് വേറൊരു പേരാണ് ഗ്ലൂ ലാംഗ്വേജസ്. ഓക്കെ, ദെൻ 2 types ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണുള്ളത്, സെർവർ സൈഡ് ആൻഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ജസ്റ്റ് ഒരു തിയറി പോർഷനാണ്, ജസ്റ്റ് ഓർത്തിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ സൈറ്റിൽ കയറണം, ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. സോ ഗൂഗിളിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ, ഗൂഗിളിൻ്റെ തന്നെ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്. സോ നമുക്ക് അതിന് can use huge resources of the server സൈഡിൽ ഹ്യൂജ് റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ്ലി പെർഫോം ചെയ്യുന്നത് സെർവർ സൈഡിലായിരിക്കും. ജസ്റ്റ് യൂസറിന് പ്ലെയിൻ പേജസ് മാത്രമായിരിക്കും സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലയൻറ്റ് സൈഡ് കമ്പ്യൂട്ടേഷൻ ഓവർ ഹെഡ് റിഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഏതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇനി നേരെ മറിച്ച് സെർവർ സൈഡ്. ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വെച്ചാൽ എന്താ, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ സൈറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ആ സൈഡ്. ഓക്കെ, അതിനാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നോക്കി ഡസ് നോട്ട് ഇൻവോൾവ് സെർവർ പ്രോസസ്സിംഗ്. അവിടെ സെർവർ പ്രോസസ്സിംഗ് ഒന്നും തന്നെ വരുന്നില്ല. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഈസ് ഡൗൺലോഡഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. എല്ലാ പ്രോസസ്സിംഗ് നടക്കുന്ന എവിടെ ആയിരിക്കും, ക്ലയൻറ്റ് സൈഡ് ക്ലയൻറ്റ് ബ്രൗസറിലായിരിക്കും. അതുപോലെ തന്നെ ക്ലയൻറ്റ് ബ്രൗസർ ആയിരിക്കും അത് ലോക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് used to add functionality to web pages. Example, different menu style, graphic displays or dynamic advertisement. മെയിൻലി നമ്മളിത് യൂസ് ചെയ്യുന്നത് വെബ് പേജസിനകത്ത് ഫങ്ഷണാലിറ്റീസ് ആഡപ്പ് ചെയ്യാൻ. അതായത് ഇപ്പം മെനു സ്റ്റൈൽസൊക്കെ ആഡ് ചെയ്യാനായിട്ട്, ഗ്രാഫിക് ഡിസ്പ്ലേ ആഡ് ചെയ്യാൻ, ഡൈനാമിക് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടല്ലേ വെബ്സൈറ്റ്സിലൊക്കെ ഇടയ്ക്കൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇങ്ങനെ വരില്ലേ. സോ അങ്ങനെയുള്ള ഫങ്ഷണാലിറ്റീസ് ആഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ 2 types ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ദെൻ ഡിഫറൻറ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, അതായത് ഓരോ ജസ്റ്റ് പോയിൻറ്റ്സ് ആണ്, ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, അത് ഡെവലപ്പ് ചെയ്ത ആരാണ്, അത് ക്ലയൻറ്റ് സൈഡ് ആണോ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ എന്ന് മാത്രം ഓർത്തിരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ASP ആക്റ്റീവ് സെർവർ പേജസ്. It's a server-side scripting language developed by Microsoft, good at connecting to Microsoft databases, run
ASP is a server-side scripting language ആണ്. അത് ഡെവലപ്പ് ചെയ്ത് മൈക്രോസോഫ്റ്റ് ആണ്. ഇറ്റ്സ് ഗുഡ് അറ്റ് കണക്റ്റിംഗ് ടു മൈക്രോസോഫ്റ്റ് ഡേറ്റാബേസ് ആണ്. റൺസ് ഓൺലി ഓൺ മൈക്രോസോഫ്റ്റ് സെർവേഴ്സ്. ഓക്കെ, ദെൻ അടുത്താണ് പേൾ. ഇറ്റ്സ് എൻ ഓൾഡ് യുണിക്സ് ലാംഗ്വേജ് ആണ്. ഇത് വിൻഡോസിലും യുണിക്സിലും അതായത് ലിനക്സിലും ഇത് റൺ ചെയ്യും. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ടാസ്കിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് വെബ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സോ ഇത് ആരാണ് ഡെവലപ്പ് ചെയ്ത്, എന്താണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്നുള്ളത്, ഇത് ക്ലയൻറ്റ് സൈഡ് ആണോ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണോ എന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. ദെൻ നെക്സ്റ്റ് ആണ് PHP. ഇറ്റ് ഈസ് എസ്പെഷ്യലി ഗുഡ് അറ്റ് കണക്റ്റിംഗ് ടു MySQL. വെരി പോപ്പുലർ ലാംഗ്വേജ്, റൺസ് ഓൺ യുണിക്സ് ആൻഡ് വിൻഡോസ്. ദെൻ അതിൻ്റെ സിൻറ്റാക്സ് മെയിൻലി C, ജാവ, പേളിൻ്റെ സിൻറ്റാക്സ് പോലെ തന്നെയാണ്. ദെൻ ഗുഡ് യൂസർ ഇൻ്റർഫേസ് ആണ്. ഞാൻ പറഞ്ഞില്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതും സെർവർ സൈഡ് എക്സിക്യൂഷനാണ്. ഓക്കെ, അടുത്തയാണ് JSP, Java Server Pages, developed by Sun, uses Java. It also provides server specification framework like Microsoft ASP. അടുത്തയാണ് കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ്. അതും സെർവർ സൈഡ് സൊല്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നീഡ്സ് ടു ലോഞ്ച് സെപ്പറേറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഈച്ച് വെബ് റിക്വസ്റ്റ്, allow direct interaction with the users. Okay, ASP.NETും സെർവർ സൈഡ് ടെക്നോളജിയാണ്. ഫാസ്റ്റ്, റിലയബിൾ, ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതും .NET ഫ്രെയിംവർക്ക് ടെക്നോളജി, അതായത് C#, VB.NET, JScript.NET ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതും ഫ്ലെക്സിബിലിറ്റി പോലുള്ള ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്നും മെയിൻ യൂസും ഡെവലപ്പ് ചെയ്തതും ആരാണെന്നുള്ളതും ഓർത്തിരിക്കാം. ദെൻ VB സ്ക്രിപ്റ്റ് മൈക്രോസോഫ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഈസി ടു ലേൺ, ഇൻക്ലൂഡ്സ് ദ ഫങ്ഷണാലിറ്റി ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് വെബ് പേജ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെയിൻലി അത് വെച്ച് ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ അലോ ചെയ്യാറുള്ളത്? allows to perform calculation, write interactive games, add special effects, customize graphics selection, create security passwords, etc. Then glue language നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്ലൂ ലാംഗ്വേജ് ആണ് നമ്മൾ സാധാരണ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെയാണ് നമ്മൾ ഗ്ലൂ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്ലൂ കോഡ് എഴുതാറുണ്ട്. ഈ ഗ്ലൂ കോഡ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണ് നമ്മൾ ഗ്ലൂ ലാംഗ്വേജ് എന്ന് പറയുന്നത്. എ ഗ്ലൂ ലാംഗ്വേജ് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഗ്ലൂ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദാറ്റ് ഈസ് ഡിസൈൻഡ് ഓർ സ്യൂട്ടഡ് ഫോർ റൈറ്റിംഗ് ഗ്ലൂ കോഡ് ടു കണക്ട് സോഫ്റ്റ്വെയർ കമ്പോണൻസ്. സോ നമ്മുടെ PHPയും പേളും പൈത്തണും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഗ്ലൂ ലാംഗ്വേജിന്. കാര്യം അത് സാധാരണ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്ലൂ പ്രോഗ്രാമിങ്സിനെ ഒരുമിച്ചാക്കി ഒരു ലാർജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻലി പൈത്തണയും പേളിനെയൊക്കെ ഗ്ലൂ ലാംഗ്വേജ് ആയിട്ടാണ് കോമൺലി അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സോ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ 6ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ അടുത്ത ടോപ്പിക്കും ഈ മൊഡ്യൂളിൽ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് 6ാമത്തെ പാറ്റേൺ മാച്ചിങ് ആൻഡ് സ്ട്രിംഗ് മാനിപ്പുലേഷനാണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞു തന്നാൽ മതി. സോ ഇങ്ങനെ ഒരു എസ്സേ ചോദിക്കുമ്പം എന്താണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് വേണം ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ട്. സോ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻലി ഉള്ളത്. ബോത്ത് ബാച്ച് ആൻഡ് ഇൻറ്ററാക്റ്റീവ്സ്, എക്കണോമി ഓഫ് എക്സ്പ്രഷൻ, ലാക്ക് ഓഫ് ഡിക്ലറേഷൻ ദാറ്റ് ഈസ് സിമ്പിൾ സ്കോപ്പിംഗ് റൂൾസ്, flexible dynamic typing, easy access to other programs, sophisticated pattern matching and string manipulation, high level data type. Okay. ഇതാണ് റൺ ചെയ്യാറുള്ളത്. ദാറ്റ് മീൻസ് ബാച്ച് പ്രോസസ്സിങ്. ഒറ്റ സോഴ്സ് പ്രോഗ്രാം എടുക്കുന്നു, അതിനെ കമ്പൈൽ ചെയ്യുന്നു. ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കമ്പൈലർ അതുപോലെ തന്നെ ഇൻ്റർപ്രറ്ററും യൂസ് ചെയ്യാറുണ്ട്. എന്താ ഇൻ്റർപ്രറ്റർ ചെയ്യാം? ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ. സോ ബോത്ത് ബാച്ച് ആൻഡ് ഇൻട്രാക്റ്റീവ് യൂസാണ് ആരും അലോ ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അലോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എക്കണോമി ഓഫ് എക്സ്പ്രഷൻ. എക്കണോമി ഓഫ് എക്സ്പ്രഷൻ മീൻസ് ഇറ്റ് ഹാവ് ലാർജ് നമ്പർ ഓഫ് ഫങ്ഷൻസ്, പഞ്ച്വേഷൻ സിമ്പിൾസ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒരുപാട് ഫങ്ഷൻസും അതുപോലെ തന്നെ പഞ്ച്വേഷൻ സിമ്പിൾസും അതുപോലെ തന്നെ ഷോർട്ട് ഐഡൻറ്റിഫേഴ്സും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വെച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മുടെ പൈത്തൺ വെച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയറിയാം. താണ്ടേ ഇത് ജാവ വെച്ച് എഴുതിയേക്കുന്ന പ്രോഗ്രാമാണ്, ഇത് പൈത്തൺ വെച്ച് എഴുതിയേക്കുവാണ്. ഓക്കെ,
സോ ജാവയിൽ നോക്കിയ ക്ലാസ് ഹലോ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്താണ് നമ്മൾ system.out.println ഹലോ വേൾഡ് എന്ന് എഴുതിയേക്കുന്നത്. നേരെ മറിച്ച് പൈത്തൺ ആണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ സിൻസ് ഇറ്റ് യൂസേഴ്സ് ലാർജ് നമ്പർ ഓഫ് പഞ്ച്വേഷൻ, സിമ്പിൾ, ഷോർട്ട് ഐഡൻറ്റിഫയേഴ്സ് എക്സെട്ര, ബട്ട് എന്തായിരിക്കും അതിൻ്റെ ലാംഗ്വേജ് നമ്മൾ കോഡ് എഴുതുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നേരെ മറിച്ച് സാധാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലൈക്ക് ഫങ്ഷനാലിറ്റി, ദാറ്റ് മീൻസ് നമ്മൾ ഫങ്ഷൻസ് ഒക്കെ സാധാരണ ഇപ്പോൾ ആഡ് ചെയ്യാനാണെങ്കിൽ വോയിഡ് ആഡ് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് സാധാ ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ വെച്ച് നോക്കുമ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ ഒരുപാട് പഞ്ച്വേഷൻ സിമ്പിൾസും അതുപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എക്കണോമി ഓഫ് എക്സ്പ്രഷൻസ് എന്താണ് കൂടുതലാണ്. ഓക്കെ, ദ ലാക്ക് ഓഫ് ഡിക്ലറേഷൻ, ദറ്റ് ഈസ് സിമ്പിൾ സ്കോപ്പിംഗ് റൂൾസ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത സ്ക്രിപ്റ്റിംഗ് ഓൾട്ടർ ദ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ കൊടുത്തതൊക്കെയാണ് പേൾ, PHP, പൈത്തൺ ഒക്കെ അല്ലേ. അപ്പോൾ പേളിലാണ് എങ്കിൽ എല്ലാം വേരിയബിൾസ് എല്ലാം എന്തായിരിക്കും, ഗ്ലോബൽ ആയിരിക്കും. ബൈ ഡീഫോൾട്ട് എല്ലാം ഗ്ലോബൽ ആയിരിക്കും അതിൻ്റെ സ്കോപ്പ്. ബട്ട് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ക്യാൻ ലിമിറ്റ് ദ സ്കോപ്പ് ടു ലോക്കൽ. ഓക്കെ, അപ്പോൾ എല്ലാം ഗ്ലോബൽ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ലോക്കലാക്കാൻ പറ്റും. അതുപോലെ PHPയിൽ എല്ലാം ബൈ ഡിഫോൾട്ട് ലോക്കലാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബൽ വേരിയബിൾസിനെ എക്സ്പ്ലിസിറ്റ്ലി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പൈത്തണിലാണെങ്കിൽ നമ്മൾ ഏത് ബ്ലോക്കിലാണോ നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ അത് ലോക്കലായിരിക്കും. ഇനി അതിൻ്റെ പുറത്തുള്ള സറൗണ്ടിങ് സ്കോപ്പിലെ വേരിയബിൾസായിട്ട് അസൈൻ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ സിൻടാക്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. സോ റൂൾസൊക്കെ ഓരോന്നിനും വേരി ചെയ്യും. ഇപ്പം പേളും PHP, പൈത്തണും എല്ലാം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. പക്ഷേ ഇതിനെല്ലാം റൂൾസ് വ്യത്യാസമുണ്ട് എങ്കിൽ അതെല്ലാം എന്തായിരിക്കും, സിമ്പിൾ സ്കോപ്പിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, പേളിൽ എല്ലാം ഗ്ലോബലായിരിക്കും, വേണമെങ്കിൽ മാറ്റാം. PHPയിൽ എല്ലാം ലോക്കലാണ്, വേണമെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. പൈത്തണിൽ ലോക്കൽ ടു ദ ബ്ലോക്ക് ആയിരിക്കും, പക്ഷേ വേണമെങ്കിൽ നമുക്ക് സറൗണ്ടിങ് സ്കോപ്പിലൂടെ അഡീഷണൽ സിൻടാക്സ് വെച്ചിട്ട് മാറ്റാൻ പറ്റും. സോ ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ തന്നെ ഓരോ ലാംഗ്വേജിലും വ്യത്യാസമുണ്ട് എങ്കിലും നമുക്ക് എന്താണ്, അതെല്ലാം സിമ്പിളാണ്. അടുത്തയാണ് ഫ്ലെക്സിബിൾ ഡൈനാമിക് ടൈപ്പിംഗ്. ഓക്കെ, in PHP, Python and Ruby, the type of a variable is only checked right before use. In Perl, Rex or TCL, things are even more dynamic. ഇപ്പോൾ PHP, Python, Ruby പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്ന തൊട്ട് മുമ്പായിരിക്കും ആ വേരിയബിളിൻ്റെ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കോൺകാറ്റിനേഷൻ യൂസ് ചെയ്യുന്നതാണ്. സോ $A വാല്യൂ 4.3 എന്ന് പറയുമ്പോൾ 4ഉം 3യുടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് 4.3 അടുത്തടുത്ത് വന്നു. ഓക്കെ, ദെൻ $A+3 എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ 4 + 3 7 വന്നു. സോ ഫ്ലെക്സിബിൾ ഡൈനാമിക് ടൈപ്പിംഗ് മീൻസ് ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് നമ്മൾ ജസ്റ്റ് അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അടുത്തയാണ് ഈസി ആക്സസ് ടു അതർ പ്രോഗ്രാംസ്. സോ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. വൈൽ ഓൾ ലാംഗ്വേജസ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ OS ഫങ്ഷനാലിറ്റീസ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ജനറലി പ്രൊവൈഡ് അമേസിംഗ് ആൻഡ് മച്ച് മോർ ഫണ്ടമെൻ്റൽ ബിൽറ്റ് ഇൻ സപ്പോർട്ട്. അപ്പോൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം തന്നെ OS ഫങ്ഷനാലിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അതിൽ കൂടുതലായിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഡയറക്ടറി ആൻഡ് ഫയൽ മാനിപ്പുലേഷൻ, IO മോഡ്യൂൾ, സോക്കറ്റ്സ്, ഡേറ്റാബേസ് ആക്സസ്, പാസ്വേഡ് ആൻഡ് ഒതൻറ്റിക്കേഷൻ സപ്പോർട്ട് ആൻഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈസി ആക്സസ് ടു ദ അതർ പ്രോഗ്രാംസ്. സോ നെക്സ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് പാറ്റേൺ മാച്ചിങ് ആൻഡ് സ്ട്രിംഗ് മാനിപ്പുലേഷൻ. സോ ഇത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ ഹൈ ലെവൽ ഡേറ്റ ടൈപ്പ്. In general, scripting language provides support for set, dictionaries, lists and tuples. While languages like C++ and Java have this, they usually need to be imported separately. So generally നമുക്കറിയാം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സെറ്റ്, ഡിക്ഷണറി, ലിസ്റ്റ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. C++ഉം ജാവയും എല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അവിടെ ഇതെല്ലാം നമ്മൾ ഓരോന്നോരും സെപ്പറേറ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്, ഇതെല്ലാം ഇത് ഫീച്ചറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. സോ അതിൻ്റെ ഒരു യൂസറിന് അതിലുള്ള ഇഷ്യൂസ് ഒന്നും എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഡീൽ ചെയ്യേണ്ടി വരില്ല. സോ ഇത്രയാണ് മെയിൻലി ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സോ നിങ്ങൾ
എല്ലാ പോയിൻറ്റ്സും എഴുതേണ്ട. ജസ്റ്റ് അത് ക്ലയൻറ്റ് സെർവർ ആണോ സെർവർ സൈഡ് ആണോ ഡെവലപ്ഡ് ബൈ മെയിൻലി യൂസ് ചില ടെക്സ്റ്റ് മാനിപ്പുലേഷനാണ്, ചിലതാണെങ്കിൽ ആക്സസ് ചില ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ചിലതാണെങ്കിൽ ഈസി ടു യൂസ് ആണ്, ചിലത് മൈക്രോസോഫ്റ്റ് ഡേറ്റാ ബേസ് ആക്സസ് ചെയ്യാനാണ്, ചിലത് MySQL ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ ആ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻലി 7 എണ്ണം. ബോത്ത് ബാച്ച് ആൻഡ് ഇൻട്രാക്റ്റീവ് യൂസ്, എക്കണോമി ഓഫ് എക്സ്പ്രഷൻ, ലാക്ക് ഓഫ് ഡിക്ലറേഷൻ, ഫ്ലെക്സിബിൾ ഡൈനാമിക് ടൈപ്പിംഗ്, ഈസി ആക്സസ് ടു അതർ പ്രോഗ്രാം, സോഫിസ്റ്റിക്കേറ്റഡ് പാറ്റേൺ മാച്ചിങ് ആൻഡ് സ്ട്രിംഗ് മാനിപ്പുലേഷൻ, ഹൈ ലെവൽ ഡേറ്റ ടൈപ്പ്. ഇതിൽ 6ാമത്തത് സോഫിസ്റ്റിക്കേറ്റഡ് പാറ്റേൺ മാച്ചിങ് ആൻഡ് സ്ട്രിംഗ് മാനിപ്പുലേഷൻ കുറച്ച് എഴുതാനായിട്ട് കാണും. അത് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.